രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ രാമക്കൽമേട് ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് അസോസിയേഷൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവരുടെ നേതൃത്വത്തിലുള്ള നിവേദക സംഘം ടൂറിസം വകുപ്പ് മന്ത്രി പി ഡി വിഷ്ണുനാഥിന് സമർപ്പിച്ചു. രാമക്കൽമേട്ടിലും ആമപ്പാറയിലും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഉടൻ തന്നെ മേഖല സന്ദർശിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയതായി നിവേദക സംഘത്തോടൊപ്പമുണ്ടായിരുന്ന സേനാപതി വേണു MLA പറഞ്ഞു. രാമക്കൽമേട് ടൂറിസത്തിന്റെ വികസന സാധ്യതകൾ ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് മുമ്പാകെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടോടുകൂടി രാമക്കൽമേട്ടിൽ നിന്ന് വന്നിരിക്കുന്ന നിവേദക സംഘത്തോടൊപ്പം ഇന്ന് മന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. വളരെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ ടൂറിസം മേഖലയിൽ പുതുതായി കൊണ്ടുവരാൻ കഴിയുന്ന കേബിൾ കാർ അടക്കമുള്ള പദ്ധതികൾ, അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി മന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന നിവേദനത്തോടൊപ്പം അതിന്റെ മാസ്റ്റർ പ്ലാൻ കൂടി കൊടുത്തിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ വിശദമായി മന്ത്രി പരിശോധിച്ചിട്ടുണ്ട്. ഇതിന്റെ സാധ്യതകളെല്ലാം വിലയിരുത്തിയതിനു ശേഷം രാമക്കൽമേടിലെ ടൂറിസം വികസനത്തിന് വേണ്ടി ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് രാമക്കൽമേട്. അതോടൊപ്പം തന്നെ ആമപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രവും. അപ്പൊ ഈ രണ്ട് കേന്ദ്രങ്ങളെയും ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ എത്തിക്കണമെങ്കിൽ അതിന് ഗവൺമെന്റിന്റെ അടിയന്തരമായ ഇടപെടലും സഹായങ്ങളും ആവശ്യമാണ്. ആമപ്പാറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ അങ്ങോട്ട് 12 മാസവും സുഗമമായി യാത്ര ചെയ്യാനുള്ള റോഡ് സൗകര്യം ഉണ്ടാകണം. ഏത് കാലാവസ്ഥയിലും ടൂറിസ്റ്റുകൾക്ക് അവിടെ എത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ രാമക്കൽമേട്ടിൽ വൈവിധ്യങ്ങളായ കാഴ്ചകൾ കാണുന്നതിനും അതോടൊപ്പം അവിടെ ആളുകൾക്ക് അവരുടെ ഉല്ലാസത്തിന് വേണ്ടിയുള്ള പുതിയ പുതിയ പദ്ധതികൾ, അത് കേബിൾ കാർ ആണെങ്കിൽ കേബിൾ കാർ, അതല്ല മറ്റു രീതിയിലുള്ള സൗകര്യങ്ങളാണെങ്കിൽ അതിനെല്ലാം ഉള്ള സാഹചര്യങ്ങൾ മന്ത്രി ആരാഞ്ഞു. നിവേദക സംഘം കൊടുത്തിരിക്കുന്ന നിവേദനവും അതോടൊപ്പം മാസ്റ്റർ പ്ലാനും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. തുടർ നടപടികൾക്കായി എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുമെന്നും അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത സമയത്ത് അവിടെ സന്ദർശനം നടത്തുന്നതിന് അദ്ദേഹം സന്നദ്ധനാണ്. ഡേറ്റ് പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.